ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലം നടയിൽ ഇറങ്ങാൻ ഇനിയും ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. അതെ, 16-ാം തീയതിയാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഇന്ന് ഇതുവരെ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ നല്ല മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. 24 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്ന എമൗണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ് ഏകദേശം ഇന്നലെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് സിനിമ റിലീസിന് മുമ്പ് തന്നെ മിക്കവാറും 1 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതുവരെ ലഭ്യമായിട്ടുള്ള കണക്കുകളിലേക്ക് ഇനിയും ഈവനിങ്ങേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുവരെ ഉള്ളത് 455 ഷോകൾ 14,191 പേരോളം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഹൗസ്ഫുൾ ഷോ ഇതിനോടകമായി, അതേപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോയുമായി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു കണക്ക്. ഗുരുവായൂർ അമ്പലം നടയിൽ നമുക്കറിയാം പൃഥ്വിരാജും ബേസിലും യോഗി ബാബുവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഗംഭീര സബ്ജക്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് വേറൊരു വെറൈറ്റി കഥാപാത്രമായിട്ട് വരുന്നു. ഒരു നടൻ എങ്ങനെയായിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോയ്സ് എന്നുള്ളത് കാട്ടിത്തരികയാണ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന നടൻ. അവിടെ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന സിനിമയുടെ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഓറഞ്ച് മയമായിരിക്കുന്നു. അതായത് എറണാകുളം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ലുലുവിൽ എല്ലാ ഷോകളും 5ഓളം ഷോകളാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം ഓറഞ്ച് ആയിരിക്കുന്നു. എറണാകുളം കവിതയിൽ ഒന്നും തന്നെ ഓറഞ്ച് ആയിട്ടില്ല എന്ന് പറയാം. അതുപോലെ സെൻട്രൽ ടോക്കീസ് തൃപ്പൂണിത്തുറയിൽ 5 ഷോയിൽ 2 എണ്ണം ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലായിരിക്കുന്നു. ഇതെല്ലാം പറയുന്നത് 2 ദിവസം മുമ്പുള്ള കണക്കാണ്, അല്ലാതെ സിനിമയുടെ അന്നത്തെയോ തലേ ദിവസത്തെയോ കണക്കല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. തൃപ്പൂണിത്തുറയിലെ മറ്റൊരു തിയേറ്ററിൽ 4 ഷോ ആണ് കളിക്കുന്നത്. അതിനകത്തിൽ ഒരു ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു. ഇനിയും നമുക്ക് നോക്കാനുള്ളത് വനിതാ വിനീതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 8ഓളം ഷോയാണ്. അതിലൊരെണ്ണം ഫസ്റ്റ് ഷോ തന്നെ ഹൗസ്ഫുള്ളായിരിക്കുന്നു. പിന്നീടുള്ളത് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ്. അതായത് ഈ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി പത്മയിലേക്ക് എടുക്കുകയാണെങ്കിൽ 5ഓളം ഷോകളാണ്. അതിലും പത്മ, ഷേണായി, സിനിപോളീസിൻ്റെ മറ്റൊരു തിയേറ്റർ, ഇവിടെ എല്ലായിടത്തും ഒരു ഷോ വെച്ച് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് 5 ഷോ വെച്ച് നടക്കുന്നതിനകത്തിൽ ഫോറം മാളിലെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. എന്താണെങ്കിലും വരാപ്പുഴയിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്രത്തോളം ജനങ്ങൾ ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിന് ശേഷം ആളുകൾ മറ്റൊരു താരത്തെ കൂടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ സീനിയർ നടന്മാരിൽ നമുക്ക് പൃഥ്വിരാജിനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്നും മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കുന്നതുകൊണ്ടാണ് ഇവരെയൊക്കെ യൂത്ത് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ വയസ്സന്മാർ എന്ന് വിളിച്ചേനെയെന്നുള്ളത് തീർച്ചയായും ഉറപ്പായിട്ടുള്ള കേസ് തന്നെയാണ്. ഇന്നും മമ്മൂക്കയും ലാലേട്ടനും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ യുവതാരങ്ങളായി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു പക്ക ഫാമിലി കോമഡി ഡ്രാമയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അതേ സെറ്റും കാര്യങ്ങളുമൊക്കെ പുറത്ത് ഇട്ട് ഗംഭീരമാക്കി ഒരുക്കിയ സിനിമ. ചില വിവാദങ്ങളുണ്ടായിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകളും ആയിട്ടുണ്ടായിരുന്ന അടിപിടി, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും സിനിമ വരുമ്പോഴത്തേക്ക് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു 100 കോടി ആകുമോ എന്നൊരു ചോദ്യമൊന്നുമില്ല. കാരണം നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 100 കോടി എത്തും, അല്ലാതെ അങ്ങനെ അവകാശവാദങ്ങളൊന്നുമില്ല. എന്തായാലും ഇവിടെ നമ്മൾ ബേസിലിൽ നിന്നും പൃഥ്വിരാജിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു സിനിമ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ തമിഴിൽ നിന്ന് യോഗി ബാബു കൂടി എത്തുമ്പോൾ അത് മറ്റൊരു ഗംഭീര സംഭവമാകും. കേരളം മാത്രമല്ല, തമിഴ്നാടും തെലുങ്കാനയും കർണാടകവുമൊക്കെ മാർക്കറ്റ് ആയി നിൽക്കുന്നു ഈ ഒരു സിനിമയ്ക്ക്. അപ്പം നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് ഓൾറെഡി ബുക്ക് ചെയ്തവർ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാം. ഗ്രേറ്റ് മീഡിയാസ്.